ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാശാഖം വന്ദേ വാൽമീകി കോകിലം. വാൽമീകിനഗരി സംഭൂതൻ രാമംഭോ നിധിസംഗത ശ്രീമദ്രാമായണീകപുനാതു ഭുവനത്രയം. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ 117 ഘട്ടത്തേക്ക് പ്രവേശിക്കുകയാണ്. ആരണ്യകാണ്ഡത്തിലെ അവസാന ഭാഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ തുളസീദാസൻ്റെ രാമചരിതമാനസത്തിലും കമ്പരുടെ കമ്പരാമായണത്തിലും ശൂർപ്പണഖയുടെ അംഗച്ഛേദത്തിന് ശേഷം സംഭവിച്ച കാര്യങ്ങൾ എങ്ങനെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത് നോക്കാം. അതിന് വാൽമീകി രാമായണത്തിൽ നിന്ന് വ്യത്യാസമുള്ള ഭാഗങ്ങൾ മാത്രം ഊന്നി പറയാം. ബാക്കി വാൽമീകി ആധ്യാത്മ രാമായണത്തെ അനുസരിക്കുന്ന ഭാഗങ്ങളൊന്നും വീണ്ടും വിസ്തരിക്കേണ്ട കാര്യമില്ല. എന്ത് വ്യത്യാസങ്ങളാണ് ഇവർ വരുത്തിയിട്ടുള്ളതെന്നും പിന്നെ കഥ പറയുന്നതിൻ്റെ രീതിയിൽ അവരെന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്ന് നോക്കാം. രാമചരിതമാനസത്തിൽ ഈ ശൂർപ്പണഖ അംഗച്ഛേദം എനിക്ക് വന്നതിന് ശേഷം രാവണൻ്റെ അടുത്തേക്ക് ഓടിപ്പോകുന്നതും രാവൺ കുറേ ചോദ്യങ്ങളിലൂടെ അവളുടെ കഷ്ടാവസ്ഥയ്ക്ക് കാരണം എന്താണെന്ന് ചോദിക്കുന്നതൊക്കെ വാൽമീകി രാമായണത്തിലുള്ളത് തന്നെയാണ് വർണ്ണിച്ചിട്ടുള്ളത്. കാര്യമായ വ്യത്യാസങ്ങൾ അവിടെ വരുത്തിയിട്ടില്ല. ചോദ്യങ്ങളിൽ കുറച്ച് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അവിടെ പറയുന്നത് അവിടെ ചെന്നിട്ട് കരദൂഷണന്മാർക്ക് നാശം സംഭവിച്ചു എന്നപ്പോൾ അവള് രാവണാന്തികം പ്രാപിച്ചൊരുഷ്ഠയായി ഈ വിധത്തിൽ മുറാവിലേ കൊട്ടിനാൾ എന്നാണ് കവി എഴുതുന്നത്. എന്താണ് അവൾ ചെന്ന് വെച്ചാൽ തനിക്ക് ആപത്ത് പറ്റി തന്നെ രക്ഷിക്കണം എന്ന് പറയുന്നതിനേക്കാൾ മുമ്പിലായിട്ട് അവൾ പറഞ്ഞത് രാവണനെ കുറേ അധിക്ഷേപിക്കുകയാണ്. അത് വാൽമീകി രാമായണത്തിലും അധ്യാത്മ രാമായണത്തിലൊക്കെ നമ്മൾ കണ്ടു. ഇവിടെ കുറച്ചുകൂടി പ്രസംഗം കുറച്ച് കേമായിട്ടാണ്. ഇവിടെ പറഞ്ഞു, നീതിയും ധർമ്മമൊന്നും ഇല്ലാത്ത രാജ്യം നശിച്ചു പോവുകയുള്ളൂ. നീതിമാന്മാരും ആലോചനാശീലരായ രാജാക്കന്മാരുണ്ടാവണം. നീ മദ്യപാനാസക്തനായി പെണ്ണുങ്ങളിൽ ലഭിച്ചു നിൽക്കുന്ന നിനക്കൊണ്ട് നാശമേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ വളരെ കഠിനമായ ചില വിമർശനങ്ങളാണ്. ഈ മഹത്തായ രാജ്യവും കോശവും നീ മറന്നെന്ന് തോന്നുന്നു സോദര, മദ്യപാനവും ചെയ്തു ദിവാനിശം നിദ്ര കൊള്ളുന്നു നിശ്ചിന്തനായി നീ. ഒരു ചിന്തയില്ലാന്നാണ്. അതുകൊണ്ട് ഈ രാജ്യം നശിച്ചു പോകും. സങ്കലാലസം കൊണ്ട് സന്യാസിയും മംഗളേതര മന്ത്രത്താൽ ഭൂപനും തുങ്കമാം അഭിമാനത്താൽ ജ്ഞാനവും ഇങ്ങ് വാരുണീവാനത്താൽ നാണവും നിർണയത്താൽ പ്രണയവും ദർപ്പത്താൽ ഉന്നതാഗുണ ബുദ്ധിയും നഷ്ടമാം. ഇങ്ങനെ വലിയ ഒരു തത്വോപദേശമൊക്കെ ചെയ്തുകൊണ്ടാണ് അവൾ പറയുന്നത്. ഇതൊക്കെ ശൂർപ്പണഖയുടെ സ്വഭാവത്തിന് എത്രത്തോളം ഇണങ്ങും എന്ന് നമുക്ക് സംശയം തോന്നും. കാരണം ഇങ്ങനെ തത്വോപദേശം ചെയ്യാതൊക്കെ ഉള്ള തത്വബോധമോ വിചാരങ്ങളൊക്കെ അവൾക്കുണ്ടെന്ന് വിചാരിക്കാൻ വിഷമമാണ്. പക്ഷെ കവി ഇതൊക്കെ വിസ്തരിച്ച് പറയാണ്. കാമം കൊണ്ടും മദ്യത്തിലുള്ള ആസക്തി കൊണ്ടും സ്ത്രീകളിലുള്ള ആസക്തി കൊണ്ടും നിർണയം കൊണ്ടും ഒക്കെ രാജ്യം നാശം ഉണ്ടാവും. നീ അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ കുറ്റപ്പെടുത്തി പറഞ്ഞു. കേണു പിന്നെയും രാക്ഷസി വീണിത സഭാമധ്യത്തിലാർത്തയായി. ഇത് ഈ ആദ്യം പറഞ്ഞ വാക്കുകളുണ്ടോ, ഈ ശാപവാക്കുകളുണ്ടൊന്നും രാവണൻ്റെ ശ്രദ്ധ വേണ്ടത്തെ പിടിച്ചു പറ്റാനാവാത്തതുകൊണ്ടായിരിക്കാം അവള് രാവണൻ്റെ സദസ്സിൽ ചെന്ന് വീഴുക ചെയ്തത്. പിന്നെ പറഞ്ഞു, ഏത് മമാധീനത കണ്ടു നീ ഹേദശാലന ജീവിച്ചോളുകയോ. അപ്പോഴേ തൻ്റെ അംഗഭംഗത്തിലേക്കൊക്കെ രാവണൻ്റെ ശ്രദ്ധ അവൾ ആകർഷിച്ചുള്ളൂ. ചോദിച്ചു, എന്നെ ഇങ്ങനെ കണ്ടിട്ട് നീ ഇങ്ങനെ കഴിയുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ സദസ്സിലും രാക്ഷസരൊക്കെ അപ്പോഴാണ് അവളെ ശ്രദ്ധിക്കുന്നത്. കൈപിടിച്ചെഴുന്നേൽപ്പിച്ചു മങ്കയെ സൗപചാരം സമാശ്വസിപ്പിക്കയായി. രാവണൻ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് ചോദിച്ചു, ആരാണിത് ചെയ്യാൻ കാരണം? സാറിന് എന്നെ ഭയമില്ലാത്ത ആളുകളാരുമില്ല, ആരാണ് ചെയ്തത്? കാരണമെന്ത് കേൾക്കട്ട ഞാൻ. അപ്പോൾ അവൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു, മറ്റു രാമായണങ്ങളിലുള്ള പോലെ. പക്ഷെ ഇവിടെ രാമനെയും ലക്ഷ്മണനെ കുറേ സ്ഥിതി പോഴ്ത്തുന്നുണ്ട് അവൾ. അവളുടെ സൗന്ദര്യമൊക്കെയാണ് പറഞ്ഞു. ഞാൻ എല്ലാവരും നടക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ രാമലക്ഷ്മണന്മാരെ കണ്ടത്. അവരെങ്ങനെയുള്ളവരാണ്? ഈ ലക്ഷ്മണനെ കൊണ്ട് പറയുകയാണ്, ബാലനാണവൻ കാഴ്ചയിലെങ്കിലും കാലതുല്യൻ ധനുർധരൻ ശീലവൻ ഉണ്ടുകൂടവേ തൽ സഹജാതനും രണ്ടുപേരും അതുല്യ പ്രതാപതാൻ. അതുല്യമായ പ്രതാപത്തോടു കൂടിയവരാണ്.
ആ രാമൻ്റെ കൂടെ ആകട്ടെ അതിമനോഹരിയായ സീത എന്ന് പറയുന്നൊരു പെണ്ണുണ്ട്. അവളെ വിസ്തരിച്ച് വർണ്ണിക്കുന്നുണ്ട്. കാവ്യശാസ്ത്രങ്ങളിലൊക്കെ വർണ്ണിക്കുന്ന പഴയ സൗന്ദര്യ ലക്ഷണത്തിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് അവളെ വർണ്ണിക്കുന്നത്. അമ്മനൊറ്റയിൽ കാൺമതുണ്ടായിരം മന്മഥപ്രിയമാരുടെ സൗഭഗം. ആയിരക്കണക്കിന് ഇതിനുള്ള ഗുണങ്ങളൊക്കെ അവന് ചേർത്തിട്ടുണ്ടെന്നാണ്. പിന്നെ ഇവിടെ ഒരു വ്യത്യാസം വരുത്തിയിട്ടുള്ളത്, രാമായണത്തിലെ ശൂർപ്പണഖ പറയുന്നത് ഞാൻ നിന്റെ സഹോദരിയാണെന്ന് കണ്ടുകൊണ്ടാണ് അയാളെന്നെ ദ്രോഹിച്ചതെന്നാണ്. യഥാർത്ഥത്തിൽ വാൽമീകി രാമായണത്തിലോ രാമായണത്തിലോ ആ വീക്ഷണമേ ഇല്ല. ഇതിവിടെ ശൂർപ്പണഖയെ കൊണ്ട് കവി പറയിക്കുന്നത് രാവനുള്ള ദ്വേഷം വർദ്ധിപ്പിക്കാനും സീതയോട് അപഹരിക്കാൻ അയാളെ പ്രേരിപ്പിക്കാനും വേണ്ടിയാണ്. ഞാൻ നിന്റെ സഹോദരിയാണെന്ന് കണ്ടുകൊണ്ടാണ് എനിക്ക് അപകടമൊക്കെ പറ്റിയെന്നാണ്. നിന്നെ അപകരജാനെന്നു കേൾക്കയാൽ എന്നിലക്ഷേപവാക്ഷരം തൂകിനാൻ. അതൊന്നല്ല അവിടെ ഉണ്ടായെന്ന് നമുക്കറിയാം. അവൾ പ്രണയപൂർവ്വം അഥവാ കാമാതുരിയായിട്ട് രാമനെ സമീപിച്ചു, രാമനെ നിരസിക്കുക ചെയ്തത്. പക്ഷെ ഇവള് രാവണനോട് പറയുന്നത് എന്താണ്? ഞാൻ നിൻ്റെ സഹോദരിയാണെന്നുകൊണ്ടാണ് ചെയ്തത്, എന്നെ കുറേ ആൾ ആക്ഷേപിക്കുകയും ചെയ്തു. എന്നിട്ട് ഞാൻ ഖരദൂഷണത്തിൽ ശിരസുകളെ സമീപിച്ചു, അവരെയൊക്കെ രാമൻ കൊന്നു കളഞ്ഞു. അതുകൊണ്ട് നീ അതിന് വേണ്ടതായ പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ചുരുക്കത്തത്. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ രാവണൻ വിചാരിച്ചതാ മാനിയാമവൻ ചിന്തിച്ചു കൊള്ളുകയായി. അവിടെ രാമൻ സാക്ഷാൽ ജഗദീശ്വരനാണെന്ന് രാവണന് പോലും അറിയാം എന്നുള്ള മട്ടിലാണ് കവിയുടെ വർണ്ണന. അതുകൊണ്ട് രാവണൻ വിചാരിച്ചു, യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തോട് യുദ്ധത്തിന് പോകുന്നത്, നേരിട്ട് യുദ്ധത്തിൽ പെട്ടെന്ന് പോകുന്നത് ശരിയല്ല. കാരണം ഖരദൂഷണ ത്രിശിരസുകളൊക്കെ വധിച്ചുവെങ്കിൽ ആൾ സാമാന്യം കേമൻ തന്നെയാണ്. അതുകൊണ്ട് തൽക്കാലം വേറെന്താ വഴി നോക്കാമെന്ന് വിചാരിക്കാൻ. എന്നിട്ടിത് പറയുന്നുണ്ട്, ദേവരഞ്ജനൻ ഭൂഭാരഭഞ്ജനൻ കേവലാത്മാവിരാമനായി ഈ വിധം മഞ്ഞിൽ വന്നു പിറന്നതാണെങ്കിലോ ചെന്ന് നിർപ്പാൻ മടിക്കേണ്ടതില്ല. ഞാൻ യുദ്ധത്തിന് മടിക്കൊന്നും വേണ്ട. കാരണം രാമൻ്റെ ശരം കൊണ്ട് മരിച്ചാൽ എനിക്ക് മോക്ഷം തന്നെ ഉണ്ടാവും. രാമബാണം തറച്ചു മരിക്കുവിൽ ഭീമ സംസാരസാഗരം താണ്ടിടാം. ഈ സംസാരം വലിയ സാഗരമാണ്. ഭക്തന്മാരുടെ ഭാഷയിലാണ് പറയുന്നത്. ഏതായാലും പക്ഷേ അദ്ദേഹത്തെ പോയി ഭജിക്കുക എനിക്ക് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, ആകയാൽ മനോവാകർമ്മശക്തിയാൽ ആദരിക്കാം അവതാര രൂപനെ. യുദ്ധത്തിനേക്കാൾ നല്ല അവിടെ പോയിട്ട് ആദരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെന്ത് വിചാരിച്ചു, അല്ല രാമൻ മനുഷ്യൻ വസുന്ധര വല്ലഭാത്മജനൊന്നിടുകിൽ. ഇനി അഥവാ ഈ രാമൻ, ഈ പങ്ങൾ ശൂർപ്പണഖ പറയുന്ന രാമൻ മനുഷ്യനാണെങ്കിലോ അതുകൊണ്ടും പ്രയോജനമേ ഉള്ളൂ. ഞാൻ അയാളെ യുദ്ധത്തിന് കൊന്നിട്ട് തൽപത്നിയായ അങ്കനയെ ഹരിച്ചു പോന്നിടുവൻ. അവൻ്റെ ഭാര്യയെ ഞാൻ അപഹരിക്കുന്നുണ്ട്. അപ്പോൾ രാമൻ യഥാർത്ഥത്തിൽ ജഗദീശ്വരനായ വിഷ്ണു തന്നെ എന്ന് രാവണന് ഉറപ്പുള്ള മട്ടിലല്ല ഇവിടെ പറയുന്നത്. അങ്ങനെ വിചാരിച്ചു, അഥവാ മനുഷ്യനാണെങ്കിൽ അവനെ കൊല്ലാമെന്നാണ്. അങ്ങനെ വിചാരിച്ചിട്ടാണ് പുറപ്പെടുന്നത്. ആ സമയത്ത് എന്ത് ചെയ്തു, ഹേമകേശ്വരി കേട്ടുകൊണ്ടിടുക രാമൻ അപ്പോൾ പ്രയോഗിച്ചു കൗശലം. കന്ദഭൂല അപലാദികൾ തേടുവാൻ തന്നെ വേരജൻ കാട് പോയിടവേ. ഇവിടെ മായാസീതയെക്കുറിച്ചുള്ള കാര്യം രാമചരിതമാനസകാരനും അംഗീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ രാവണനായിട്ട് ശൂർപ്പണഖ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കാട്ടിൽ രാമൻ എന്ത് ചെയ്തു, ലക്ഷ്മണൻ ഫലമൂലങ്ങൾ ശേഖരിക്കാൻ പോയ സമയത്ത് സീതയെ അടുത്ത് വിളിച്ചിട്ട് ലക്ഷ്മണൻ എല്ലാ സമയത്താണ് പറഞ്ഞതെന്ന് അർത്ഥം. അവൾ പറഞ്ഞു, ഞാനിത് അമാനുഷമായ ചില വിദ്യകൾ പ്രയോഗിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനിതാ മരാലിയിലേക്കൊരു ഇത് മനുഷ്യനായി അവതരിച്ചതാണല്ലോ. അതുകൊണ്ട് ഞാൻ മാനുഷിക രൂപത്തിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നീ സഹായിക്കണം. നീ അഗ്നിമണ്ഡലത്തിൽ മറഞ്ഞിരിക്കണം. എന്നിട്ട് മായാസീതയെ ആശ്രമത്തിലിരുത്തണം. രാവണൻ വലിയ താമസമില്ലാതെ അപഹരിക്കാനായിട്ട് വരുന്നു. അപ്പോൾ ഈ മായാസീതാ സങ്കല്പം അധ്യാത്മരാമായണകാരനും തുടങ്ങി പിന്നീടുള്ള പല രാമായണകാരന്മാരും അതിനെ സ്വീകരിക്കുക ചെയ്തത്. നമ്മളതിൻ്റെ ഗുണദോഷമൊക്കെ മുമ്പ് പറഞ്ഞു. കാരണം ഇങ്ങനെ ഒരു കളവ്, ഒരു മായാവിദ്യ പ്രയോഗിക്കുന്നതുകൊണ്ട് രാമൻ്റെ സ്വഭാവദാർഢ്യത്തിനോ എന്താ ഗുണമുണ്ടാവുകയെന്നറിയില്ല. കാരണം അറിഞ്ഞുകൊണ്ട് ഒരാളെ വഞ്ചിക്കാൻ വേണ്ടിയിട്ട് മായാസീതയെ സൃഷ്ടിച്ച് വെച്ചിട്ട് അയാൾ കാമാന്ധനായിട്ട് മായാസീതയെ യഥാർത്ഥ സീതയെന്ന് വിചാരിച്ചിട്ട് മോഷ്ടിക്കുന്നു. അതിൻ്റെ പേരിൽ രാവണനെ സകുടുംബം നശിപ്പിക്കുന്നു. അതൊക്കെ ഒരു നായകൻ്റെ ശ്രേയസ്സിന് എങ്ങനെയാണ് ഒതുക്കുക എന്ന് മനസ്സിലാക്കാൻ വിഷമമാണ്. പക്ഷെ എന്തുകൊണ്ടും ആ ഒരു കൽപ്പനയെ പിൽക്കാല കവികളൊക്കെ പിന്തുടരുക ചെയ്യുന്നത്. ആത്മീയ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്നുള്ളത് സങ്കല്പിക്കുക. അവൾ പറയുകയാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നത്, ഞാനിതാ മരാലിയിലേക്കൊരു മുന്നുകയാണ് സൗശല്യവാരാശിയാം പ്രിയേ.
അവിടെ നീ എന്ത് ചെയ്യണം? കൊന്നൊടുക്കാമരക്കര എന്നാളം അന്നോളം അന്യമണ്ഡലം തന്നിൽ വസിക്ക നീ അഗ്നിമണ്ഡലത്തിൽ അഗ്നിദേവനാൽ സുരക്ഷിതമായിട്ടിരിക്കുന്നു പറഞ്ഞു. അങ്ങനെ അവിടെ ഈ രാവണന്റെ വരവുണ്ടാകുന്നത് ഉറപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെ കാത്തിരിക്കുകയാണ്. പക്ഷെ രാവണൻ നേരിട്ടില്ലല്ല ചെയ്തത്. സന്യാസിയുടെ വേഷത്തിൽ അവൻ അപഹരിക്കുക ചെയ്തത്. അക്കാര്യത്തിലൊന്നും വാൽമീനമാടുന്നൊരു വ്യത്യാസമില്ല. മാരീചനെ ചെന്ന് ഈ ശൂർപ്പണഖയുടെ വാക്ക് കേട്ട രാവണനെ വഞ്ചിക്കാൻ ഉദ്ദേശിച്ചിട്ട് സീതയെ അപഹരിക്കാൻ വേണ്ടിയിട്ട് മാരീചൻ്റെ അടുത്ത് ചെന്നു. മാരീചനോട് പൊന്മാനായി ചെന്ന് മോഹിപ്പിക്കണമെന്ന് പറഞ്ഞു. മാരീചൻ പഴയ കഥകളൊക്കെ പറഞ്ഞു എനിക്ക് രാമനെക്കുറിച്ച് വിചാരിക്കുമെന്ന ഭയമാണ്. പണ്ട് ഞങ്ങൾ വിശ്വാമിത്രൻ്റെ യാഗസ്ഥലത്ത് ചെന്നപ്പോൾ എന്നെ 100 യോജന മർത്യഭീതിയോടമേവെന്നു ഭൃംഗത്തിൻ കൈക്കലാപ്പെട്ട ഇടം കണക്കു ഞാൻ എങ്ങു നോക്കുകയാണെന്നിരിക്കലു അങ്ങ് കാണാൻ മതി 2 സങ്കല്പ്യരേ. എനിക്ക് രാമലക്ഷ്മണനെ വലിയ പേടിയാണ്. ഞാൻ എവിടെ നോക്കുമ്പോഴും ഭയം കൊണ്ട് അവരെ കാണുകയാണ്. അതുകൊണ്ട് ഈ അപകടത്തിൽ നിന്ന് നീ പുറപ്പെടണ്ട. നിൻകുലത്തിൻ്റെ കല്യാണമോർത്തു നീ ശങ്കിയാതെ മടങ്ങൂ ദശാനന. മടങ്ങിപ്പോയിക്കോളൂ എന്നൊക്കെയാണ് മാരീചൻ ആദ്യം ഉപദേശിച്ച. ആളൊന്നും കൂട്ടാക്കിയില്ല. അതൊക്കെ എല്ലാ രാമായണത്തിലുള്ളത് പോലെ തന്നെയാണ്. പക്ഷെ ചിലതിൽ അത് വിസ്തൃതി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ മാരീചൻ വീണ്ടും പറയുന്നുണ്ട്, ശസ്ത്രധാരി രഹസ്യം അറിഞ്ഞവൻ ശക്തിമൻ പ്രഭൂതന്മതി വിത്തവൻ വന്ദിവൈദ്യൻ കവീന്ദ്രൻ ഗുണോത്തരൻ എന്നിവരോട് വൈരമംഗലം എന്ന് പറയാണ്. കേവന്മാരായിരിക്കുന്ന ആളിനോട് ശത്രുത കൊണ്ട് നടക്കുന്നത് തനിക്കൊരിക്കലും നന്നല്ല. ശാസ്ത്രം ചരിച്ചുള്ള രഹസ്യം അറിഞ്ഞിട്ടുള്ള ആൾ നിർമ്മതി വിത്തവാൻ. അതുകൊണ്ട് നീ ഇങ്ങനെയുള്ള ആളിനോടൊന്നും, രാമനാകട്ടെ പല ഗുണങ്ങളുള്ള ആളാണ്, അതുകൊണ്ട് കലഹത്തിന് പോകണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ വധിക്കപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ അയാൾ വിചാരിച്ചു രാഘവാസായകം കൊണ്ട് സംഭവിക്കും മൃതി, രാമൻ്റെ അസ്ത്രം കൊണ്ട് മരിക്കുന്നതിനാണ് നല്ലത് വിചാരിച്ചിട്ട് പോയി. പിന്നെ ആ ഗംഭീരമായ മാനായിട്ട് ആൾ നമ്മളുടെ ആകർഷിക്കത്തയിൽ സ്വർണ്ണവർണ്ണമായിട്ട് ഇങ്ങനെ വന്നതാണ്. അപ്പോൾ അങ്കനാവണി ജാനകി നോക്കിനാൾ അംഗസൗന്ദര്യമേറും ആ മാനിനെ ഉള്ളലിഞ്ഞുടൻ കാന്തനോടോതിനാൾ പുള്ളിമാനെ പിടിച്ചു നീടണം എന്നൊക്കെ എല്ലാ ദിക്കിലുള്ള പോലെയാണ്. അപ്പോൾ ലക്ഷ്മണൻ പറയുകയും ചെയ്തു, യഥാർത്ഥത്തിൽ ഇത് രാക്ഷസനാണെന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അതിനെപ്പറ്റി പരിഭ്രമിക്കാതെ രാമൻ ഭാര്യയുടെ താല്പര്യങ്ങൾ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോയി. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ വ്യത്യാസമില്ലാതെ തന്നെയാണ് രാമചരിതമാനസിലുള്ളത്. കുറച്ച് കഴിഞ്ഞപ്പോൾ പിടിക്കാൻ സാധിക്കില്ല കണ്ടപ്പോൾ അസ്ത്രമേറ്റ് കൊല്ലാൻ വിചാരിച്ചു. അസ്ത്രമേറ്റ് മരിക്കാൻ ആയി വീണ ആ മാരീചൻ ലക്ഷ്മണ സീതയെ രക്ഷിക്കുമെന്ന് കരഞ്ഞു. പ്രാണനെടുത്ത പൊന്മാരുടെ ദാനവാകൃതി കൈവരിച്ചിടിനൻ രാമനേകിനൻ തന്നെ ഭക്തനും മാമുനീജനാദുർലഭ സർഗതി. രാമൻ്റെ പ്രാണേറ്റ് മരിക്കുന്ന ആ മാരീചന് സർഗതി മോക്ഷം തന്നെ കൊടുത്തു എന്നാണ്. പക്ഷെ അങ്ങനെ ശരീരത്തിൽ ജീവൻ വിട്ടുപോകുന്നതിന് മുമ്പായിട്ട് ഈ മാരീചൻ കളവായിട്ട് പറഞ്ഞു. അത് കേട്ടിട്ട് സീത പരിഭ്രമിച്ചു. ലക്ഷ്മണനെ കുറെ ശകാരിച്ചു. ഇവിടെ രാമചരിത മാനസത്തിലും ലക്ഷ്മണനൊരു തടസ്സം ഉണ്ടാക്കിയിട്ട് ലക്ഷ്മണൻ്റെ കിടക്കരുത് എന്നൊക്കെ ഉള്ള പറയുന്നുണ്ട്. ഇങ്ങനെ ലക്ഷ്മണനെ ധാരാളം ശകാരിച്ച് മനസ്സ് തോൽപ്പിച്ച് സീത ആ സമയത്ത് രാമൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. ആ സമയത്ത് രാവണൻ വരികയും ചെയ്തു. വേള കണ്ടറിഞ്ഞ രക്ഷണം താപസ വേഷമർന്നുകൊണ്ടങ്ങെത്തി രാവണൻ ഏതൊരാളെ ഭയപ്പെട്ടുവാനവ യാതൊധാന പ്രവീണരെല്ലാവരും. അസുരന്മാരും രാഷ്ട്രന്മാരും ദേവന്മാരും കൂടി ആരെ ഭയപ്പെടുന്നുണ്ടോ ആ രാവണൻ അതിഗംഭീരമായ സന്യാസി വേഷത്തിലാണ് ഇപ്പോൾ വന്നത്. താപസ വേഷമാർന്നതാണ്. സീത സ്വാഭാവികമായിട്ടും ആശ്രമധർമ്മം വിചാരിച്ചിട്ട് അയാളെ സ്വീകരിച്ചു. വനകൂലാദികളെ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു പിന്നെന്ത് ചെയ്തു? സ്വന്തം രൂപം ധരിച്ചു ശീഘ്രം ദശകന്ധരൻ തൻ്റെ നാമം കഥിക്കവേ. വലിയ കുതിരപ്പുറത്ത് നിൽക്കാതെ രാവണൻ സ്വന്തം രൂപം തന്നെ സ്വീകരിച്ചിട്ട് അവളോട് പറഞ്ഞു, നീ എൻ്റെ ഭാര്യയായിരിക്കണം, ഈ രാമനോടുകൂടി നിൽക്കുന്ന വലിയ കഷ്ടനാണ് എന്നൊക്കെ പറഞ്ഞു. അവളത് കൂട്ടാക്കിയില്ല. അപ്പോൾ രാമചരിത മാനസത്തിലും പറഞ്ഞ് പുഷ്പത്തിയിലെടുത്തു തക്ഷണ ഉൽപ്പതിക്കയായ അമ്പരാവീതിയിൽ ക്രോധവശകനായിട്ട് ആ സീതയെ എടുത്തിട്ട് തേരിൽ വെച്ചിട്ട് പോയിന്ന്. അവൾ ധീരധീരമായിട്ട് വിലപിച്ചു. ജഡായു വന്നു. ആ ജഡായുമായിട്ടുള്ള സംഭാഷണത്തിൽ വളരെ രസകരമായിട്ടുള്ള ചില സംഗതികളൊക്കെ ജഡായുവിൻ്റെ തത്വോപദേശങ്ങളൊക്കെ രാവണൻ ചെയ്യുന്നതായിട്ട് കാണാം. ഇപ്പോൾ വിസ്തരിച്ച തത്വോപദേശമൊന്നും വാൽമീകിയിലോ
അധ്യാത്മരാമായണത്തിലും ഇല്ല. അവിടെ പറയുന്നില്ല, നിൽക്കടാതുർമ്മതേ നീ എന്നെ ധിക്കരിച്ചു കൊണ്ട് ഈ വഴി പോകയോ എന്നൊക്കെയാണ് ജടായു ചോദിച്ചത്. നീ ഇത് വിചാരിക്കുന്നു, നിനക്ക് ഇത് നല്ലതിനല്ല എന്നൊക്കെ വിസ്തരിച്ച് പറഞ്ഞു. പാവനാങ്കിയെ കൈവിട്ട് സൗഖ്യമായി ജീവനും കൊണ്ടുപോക നീ രാവണ, കണ്ടറിഞ്ഞിതു കേൾക്കുന്നതില്ലെങ്കിലും തിരൂപതൂകൈ കടന്നാകിലും തീയ പോലവേ രാമഗോപാഗ്നിയിൽ നീയുമങ്ങു നിൻ വംശവും ചാമ്പലാം. നീ 20 കൈയുള്ളവനാണ്, 10 കൈയുള്ള അഹങ്കരിക്കുന്നതുകൊണ്ട് ഇതൊക്കെ ചാമ്പലായി പോകുന്നൊക്കെ പറഞ്ഞു. അതും കൂട്ടാക്കാതെ ആളെ യുദ്ധം ചെയ്തു. അവസാനം സാധാരണ പ്രസിദ്ധമായ കഥയിലുള്ളതുപോലെ തന്നെ ജടായുവിനെ ചിറകരിഞ്ഞ് വീഴ്ത്തിയിട്ട് ആകാശമാർഗം പോവുകയും ചെയ്തു. ഈ സമയമാകുമ്പോഴേക്ക് ലക്ഷ്മണൻ ജ്യേഷ്ഠനിടയ്ക്ക് എത്തി. ജ്യേഷ്ഠനാകട്ടെ മാരീചനെ കൊന്നിട്ട് ആശ്രമത്തിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഓർമ്മിക്കണം, നേരത്തെ രാമനറിയാം സീത അപഹരിക്കപ്പെട്ടില്ല എന്നറിയാം, സീതയെ മായാസീതയെ അവിടെ ഇരുത്തിക്കുന്നതെന്നൊക്കെ അറിയാം. പക്ഷെ പാവം ലക്ഷ്മണൻ അതറിയയില്ല. ലക്ഷ്മണനോട് പറഞ്ഞു, നീ എന്താണ് ഇങ്ങോട്ടേക്ക് പോകുന്നത് എന്ന് ചോദിച്ചിട്ട് ഗംഭീരമായിട്ട് കരഞ്ഞു എന്നാണ്. അപ്പോൾ ആ കരച്ചിലൊക്കെ ഉള്ളൊരു തമാശ ഹാസ്യമായിരിക്കുന്ന ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്. തൻ്റെ ഭാര്യ അപഹരിക്കപ്പെട്ടില്ല എന്ന് അറിഞ്ഞതിന് ശേഷം വിലപിക്കുന്നതാണെന്ന് കാണുമ്പോൾ തന്നെ അതിൽ കാവ്യരസം കുറയും. എന്നാലും ആ വിരഹദുഃഖമൊക്കെ കേമായിട്ട് വർണ്ണിക്കുന്നുണ്ട്. നീ മറഞ്ഞു പോയി കാരണം ഇന്നവയ്ക്കൊരു രാജ്യം ലഭിച്ച പോൽ ഉന്നതാഹ്ലാദമുണ്ടെന്ന് നിർണയം പറയുന്നുണ്ട്. യഥാർത്ഥം നീ എന്നെ വിട്ടുപോയല്ലോ, നിന്നെ നീ കാട്ടിലെവിടെയെങ്കിലും പോയോ, നീ പോയത് കൊണ്ട് ഉള്ള വിഷമം എന്താണ്? കൊന്തകുട്മളം രാവിടം വിദ്യുത്തിൻ വൃന്ദമമ്പുരം രാഗന്തുകാമിനി കാമജാപം വരുണവാസങ്കരം തോമരാളം ഹരിവേയൊക്കെയും നല്ല കാലം സമാഗതമായെന്ന് ചൊല്ലുകേട്ടു രസിച്ചിടാമെന്നിവൻ. വസന്തകാലമൊക്കെ വരുന്ന പൂക്കളൊക്കെ തെളിയുന്നു, വരെ നല്ല കാലാവസ്ഥ, അതൊക്കെ വിരഹികൾക്ക് വലിയ ദുഃഖം ഉണ്ടാക്കുന്നതാണ്. അതൊക്കെയാണ് രാമൻ പറയുന്നത്. ഈ കാമാതുരന്മാരായി കാമുകന്മാർ വിരഹദുഃഖത്തിൻ്റെ സമയത്ത് പാടുന്നൊക്കെ പാടി അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ജടായുവിനെ കണ്ടു. ജടായു വേണ്ടതുപോലെ ഒഴിച്ചു. ജടായു കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്ന് പറഞ്ഞു, സീതയെ കലാദൈത്യൻ കരിച്ചതൻ താതനോടു കഥിക്കൊലാസന്മതേ. ചമ്പുകാരൻ ചെയ്തതുകൊണ്ട് ഇവിടെയും ചില തമാശയൊക്കെ ഉണ്ട്. രാമചരിത മനസ്സുകാരൻ പറയുന്നത്, ഈ ജടായു ജീവൻ വെടിയാൻ പോകുകയെന്ന് കണ്ടപ്പോൾ രാമൻ പറഞ്ഞതാ, നീ സ്വർഗത്തിലേക്ക് ഗമിക്കുക തന്നെ ചെയ്യും. സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ എൻ്റെ പിതാവായ ദശരഥനെ കണ്ടു കഴിഞ്ഞപ്പോൾ സീത അപഹരിക്കപ്പെട്ടു എന്നുള്ളത് പറയരുതേ എന്ന് പറയുകയാണ്. ഇവരുടെ തമാശയാണ്. അത് പല കവികളും പിൽക്കാലത്ത് അനുകരിച്ചിട്ടുണ്ട്. അപ്പോൾ നീ അച്ഛനോട് പറയരുതാൻ, സീതയെ കലാദൈത്യൻ ഹരിച്ചതൻ താതനോട് കഥിക്കൊല്ല സമ്പ്രതയെ. സ്വർഗത്തിൽ ചെന്നിട്ടിതാ അങ്ങയുടെ പുത്രഭാര്യയെ, രാമൻ്റെ ഭാര്യയെ രാവണ കെട്ടുള്ളൂ എന്ന് പറഞ്ഞ് അവരെ വിഷമിപ്പിക്കരുതെന്ന്. പിന്നീട് ഗംഭീരമായ ജടായു സ്തുതിയോട് കൂടിയിട്ട് അദ്ദേഹം ദീപം വെടിയുകയും ചെയ്തു. അതിൻ്റെ ശവസംസ്കാര ക്രിയകളൊക്കെ ജ്യേഷ്ഠൻ അനുജനും കൂടി ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ കബന്ധനെ കാണുന്നതാണ് പ്രധാന സന്ദർഭം. അവൊന്നും കാര്യമായ വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല. പക്ഷെ എന്ത് ചെയ്യുന്നു വെച്ചാൽ കുറേ ഉപദേശങ്ങളൊക്കെ കുറേ ഉണ്ടെന്നാണ്. അത് അങ്ങയെ കാണാൻ സാധിച്ചുകൊണ്ട് എനിക്ക് ഗുണമൊക്കെ ഉണ്ടായി. അപ്പോൾ ചോദിച്ചു, നീ എങ്ങനെയാണ്? കബന്ധൻ്റെ കഥയൊക്കെ നമ്മൾ നേരത്തെ കേട്ടതാണ്. ശാപം കൊണ്ടാണ് ഈ രൂപം സ്വീകരിച്ചതെന്ന് പറഞ്ഞു. അതിനുശേഷം അവർ രണ്ടുപേരും ജ്യേഷ്ഠാനുജന്മാർ കബന്ധനും നിർദ്ദേശിച്ചിട്ടുണ്ട് ശബരിയുടെ ആശ്രമത്തിലേക്ക് പോകാൻ. ശബരിയുടെ ആശ്രമത്തിലേക്ക് പോയി. ആ താപസിയാകട്ടെ കേമാര് പ്രേമമഗ്നയായി തൊല്ലി തപസ്സിനി രാമൻ എന്നെ സ്തുതിക്കുന്നത് എങ്ങനെ അവളെ സ്തുതിക്കുകയും ചെയ്തു. ഞാൻ യഥാർത്ഥ ബുദ്ധിയിലത്. അപ്പോൾ രാമൻ അവളെ ആസ്വദിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ജാതിയോ വർഗമോ കുലമോ സ്ത്രീ പുരുഷ ഭേദങ്ങളും എന്നെ സ്തുതിക്കാനുള്ള അർഹതയ്ക്ക് അല്ല. അതായത് ഉന്നത കുലത്തിലാണെന്നുള്ളതുകൊണ്ട് സ്തുതിക്കാൻ അർഹതയുണ്ടെന്നും നീചകുലത്തിലായതുകൊണ്ട് അർഹതയില്ല എന്ന് വരുന്നില്ല എന്നാണ് രാമൻ പറയുന്നൊരർത്ഥം. ജാതിവർഗം കുലം ബലം വിശ്രുതി ധർമ്മമർത്ഥം കുടുംബം പടുത്തും ധന്യതയ്ക്കുള്ള ചിഹ്നങ്ങളല്ല എന്നല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് 9 തരത്തിലുള്ള ഭക്തിയെക്കുറിച്ച് ഉപന്യസിക്കുന്നുണ്ട് അവിടെ. അവധാഭക്തി എന്ന് പറയും. അത് ഭാഗവതാദി പുരാണങ്ങളിലൊക്കെ ഉള്ളതാണ്. ശിഷ്ടരോടുള്ള സംസർഗം, ആവിധം മൽക്കഥാപ്രസംഗത്തിൽ അഭിരുചി, വന്ധ്യദേശികാപാദ സംസേവനം എന്ന പോലെ മർഗുണകീർത്തനം, മന്ത്രമംഗലോച്ചാരണം, ഇന്ദ്രിയ നിഗ്രഹം, തുല്യമാം ഭാവന, കൈവരിച്ചതിൽ സംതൃപ്തി, നിർമ്മല ദൈവവിശ്വാസം, ഇങ്ങനെ 9 ഘടകങ്ങൾ ഭക്തിക്കുണ്ട് എന്നൊക്കെ ഉപദേശിച്ചു. അവൾ ശരീരം വെടിഞ്ഞിട്ട്
ദിവ്യലോകങ്ങളെ പ്രാപിക്കുകയും ചെയ്ത യോഗവന്യ ദേഹം ദഹിപ്പിച്ചു. അങ്ങനെയാണ് ആ ശബരി ലോകം വിട്ടുപോയത്. ഇവിടെ ശ്രദ്ധിക്കുക, ശബരി പഴങ്ങൾ കടിച്ചു നോക്കിയിട്ട് രാമന് കൊടുത്തു എന്നുള്ളതൊന്നും രാമചരിതമാനസാരം പറഞ്ഞിട്ടില്ല. ഇതൊക്കെ പിൽക്കാലത്തുള്ള ഓരോ ആളും വലിയ ഭാവനയാണെന്നുള്ള മട്ടിൽ പറഞ്ഞു വരുത്തിയതാണ്. ഇവിടെയും പറഞ്ഞിട്ടില്ല എന്നർത്ഥം. പിന്നീട് എന്ത് ചെയ്തു? രാമൻ രാമനെ പോലെ വീണ്ടും കരഞ്ഞു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയാൻ, ഈ ലോകത്തിലെ സൗന്ദര്യ വസ്തുക്കളൊക്കെ വിരഹികൾക്ക് കാമദുഃഖത്തെ വർദ്ധിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഇതൊക്കെ മന്മഥൻ്റെ പടവീടുകളാണ് എന്നൊക്കെയുള്ള പഴയ കാവ്യങ്ങളിലൊക്കെ ഉള്ള സങ്കല്പങ്ങൾ അതിനൊക്കെ അനുസരിച്ച് തന്നെയാണ്. എന്നിട്ട് ഇങ്ങനെയൊക്കെ കരഞ്ഞുകൊണ്ട് നടന്നു തെല്ലുപോകും. അതുകൊണ്ട് ഇതൊന്നും കണ്ടിട്ട് പരിഭ്രമിക്കാതിരിക്കുകയാണ് യഥാർത്ഥത്തിലൂടെ. കാമദേവ മഹാബലമാകിയ കാമിനീയത്യതിപ്പൊൻ ജഗജ്ജയി. യഥാർത്ഥത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ധീരനായിരിക്കുന്ന ആരാണ്? കാമത്തെ ജയിക്കുന്നവനാണ് എന്നൊക്കെ രാമൻ തന്നെ പറഞ്ഞു. മർത്യശത്രുക്കൾ 3 മുഷ്കരായി ഭദ്രകാമവും ക്രോധവും ലോഭവും. ക്രോധലോഭങ്ങളൊക്കെ ഇല്ലാതാക്കണമെന്ന് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പിന്നീട് പമ്പാതരത്തോടൊപ്പം എത്തി എന്ന് പറയാൻ. ഇങ്ങനെയാണ് രാമചരിതമാനസത്തിലെ വർണ്ണന. ഇനി ഈ കമ്പരാമായണത്തിലെ ഭാഗം കൂടി നോക്കിയിട്ട് നമുക്ക് ഈ ആരണ്യകാണ്ഡം സമാപിപ്പിക്കാം. സാധാരണ പല സംഭവങ്ങളെയും കമ്പരാമായണത്തിൽ വളരെ ചുരുക്കിയേ വർണ്ണിച്ചുള്ളൂ നമ്മൾ നേരത്തെ കണ്ടു. പക്ഷേ ഈ ശൂർപ്പണഖയുടെ കാര്യങ്ങളൊക്കെ പറയുന്ന ഭാഗം കുറച്ച് വിസ്തരിച്ചിട്ടാണ് അദ്ദേഹം വർണ്ണിച്ചുള്ളത്. കഥയുടെ പ്രധാന ഭാഗങ്ങൾക്കൊന്നും വ്യത്യാസമില്ല, വിവരണങ്ങളുടെ ദൈർഘ്യത്തിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ചുരുക്കം ചില പുതിയ കൽപ്പനകൾ കമ്പരാമായണത്തിൽ ചേർത്തിട്ടുണ്ട്. രാവണൻ ശൂർപ്പണഖയെ കണ്ട് ശൂർപ്പണഖ അംഗച്ഛേദം വന്ന് ശൂർപ്പണഖ രാവണന് പോയി അഭയം പ്രാപിക്കുന്നു. അവർ തമ്മിലുള്ള ചോദ്യമൊക്കെ ഏറെക്കുറെ ഒരുപോലെ തന്നെയാണ്. എന്നിട്ട് ശൂർപ്പണഖ രാമലക്ഷ്മണന്മാരെ പറ്റി സീതയെ പറ്റിയൊക്കെ വിസ്തരിച്ച് വർണ്ണിച്ചു കൊടുത്തു. സീതയുടെ സൗന്ദര്യത്തെ അതികേയമായിട്ട് വർണ്ണിക്കുന്നുണ്ട് അവൾ. നാവിന്നു മലം പോരാ നാഗരാജനാം സീതാലാവണ്യം വർണ്ണിപ്പതീനത്രേ ചൊല്ലുന്നു ഞാൻ. ആ സീതയുടെ സൗന്ദര്യം വർണ്ണിക്കാൻ നാഗരാജാവിന് വെച്ചാൽ ശേഷൻ എന്ന് പറയുന്ന അനന്തനാഗത്തിന് 1000 നാവുണ്ടെന്നാണ് പുരാണത്തിലെ സങ്കല്പം. അപ്പോൾ 1000 നാവുള്ള അനന്തന് പോലും വർണ്ണിക്കാൻ കഴിയാത്തതാണ് ആ സീതയുടെ സൗന്ദര്യം എന്ന് പറഞ്ഞിട്ട് രാവണൻ്റെ കാമാർത്തിയെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. ആ വർണ്ണനകളിലൊന്നും യഥാർത്ഥത്തിൽ പുതിയ ആശയങ്ങളൊന്നുമില്ല. പണ്ടേ ലാവണ്യവതികളായ യുവതികളെ വർണ്ണിക്കാൻ കവികളുടെ ചില സങ്കല്പങ്ങളുണ്ട്. അതുപോലെയാണ് തലമുടി കാമേഹം പോലെയാണ്, കണ്ണ് നീലക്കരിങ്കോളം പോലെയാണ്, എള്ളിൻ പൂക്കൊത്ത മൂക്കാണ്, തൊണ്ടിപ്പഴം പോലുള്ള ചുണ്ടാണ് എന്നൊക്കെ ഉള്ളത് പറയാൻ ഒരു സമ്പ്രദായം. അതനുസരിച്ച് പറയുകയാണ്. വടവത്താകാരമാം ഉദരം, വയറ് ആല്യ പോലെയാണ്, ശംഖ് പോലെയാണ് കഴുത്ത് എന്നൊക്കെ വർണ്ണിക്കുക പഴയ സമ്പ്രദായമാണ്. അതൊക്കെ വർണ്ണിച്ചു. എന്നിട്ട് പറഞ്ഞു, അവളെ എടുത്തിങ്ങ് കൊണ്ടുപോരുവാൻ ഭാവിച്ചളവേ ലക്ഷ്മണൻ. ഞാൻ നിനക്ക് ഭാര്യയാക്കാൻ വേണ്ടി അവളെ എടുത്തുകൊണ്ടുവരാൻ നോക്കിക്കൊണ്ടാണ് എനിക്ക് ആപത്തൊക്കെ പറ്റിയതാണ്. രാവണനെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയാണ്, നിനക്ക് വേണ്ടി ഞാൻ ചെയ്തതിൻ്റെ സേവനാണിത് എന്നാണ് എല്ലാ രാമായണകാരന്മാരും പറയുന്നത്. കൊണ്ടുപോരുക വൻ ജാനകീ ദേവി തന്നെ, നീ അവളെങ്ങനെയും ചെന്നിട്ട് അപഹരിക്കണം. അപ്പോൾ എനിക്ക് എന്നിട്ട് പക്ഷേ ഇവിടെ ഒരു പുതുമയായിട്ട് കമ്പരാമായണകാരൻ പറയുന്നത്, നീ അവളെ ഭാര്യയാക്കുകയും ചെയ്യണം, എന്നിട്ട് എനിക്കെന്ത് ചെയ്യണം, എൻ്റെ ഭർത്താവായിട്ട് ആ രാമനെ നീ കൽപ്പിക്കണം എന്നാണ്. അയാൾക്ക് ഭാര്യ ഇല്ലാണ്ടാവുമല്ലോ, സീതയെ കെട്ടുള്ളൂ. എന്തൊരു സൗകര്യമാണ്. അതുകൊണ്ട് ആ സമയത്ത് എന്ത് ചെയ്യണം, രാഘവനുണ്ടാകുന്ന വിരഹതാപം തീർപ്പാൻ നീ കനിവാൽ അവനെ മൽക്കാന്തനായി കൽപ്പിക്കണം. ഇതൊരു ബുദ്ധിയാണ്. സീതയെ കെട്ടുകൊണ്ട് പോയാൽ പാവം അയാൾക്ക് ഭാര്യ ഇല്ലാതാവും. അപ്പോൾ എന്നെ എന്ത് ചെയ്യണം, അയാളുടെ ഭാര്യയായി ചേർക്കണം. അത് ആ രാമൻ എൻ്റെ ഭർത്താവാക്കാൻ നീ സമ്മതിക്കണം എന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ രാവൺ ഉത്സാഹഭരിതനായിട്ട് ആ കാമാർത്തി കൊണ്ട് സീതയുടെ വർണ്ണന കേട്ടിട്ട് ആ പാടെ ഉത്തേജിതനായി മാരീചനൊക്കെ ചെല്ലി മാരീചനോട് കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്നതൊക്കെ സാധാരണ പോലെ തന്നെയാണ്. പക്ഷെ മാരീചൻ കേമായിട്ട് അദ്ദേഹത്തെ ഉപദേശിക്കുകയും ചെയ്തു, ചെയ്യുന്നത് ശരിയല്ല എന്ന് മാത്രമല്ല, അവിടെ മറ്റു രാമായണത്തിൽ കാണാത്ത വിധത്തിൽ കുറേ ഉദാഹരണങ്ങൾ കാമാർത്തിയുണ്ട്. അസ്ഥാനസ്ഥമായ കാമം കൊണ്ട് യോഗ്യന്മാർക്കുണ്ടായ ആപത്തുകളൊക്കെ വിസ്തരിച്ച് വർണ്ണിക്കുന്നുണ്ട് മാരീചൻ. പണ്ട് അഹല്യയുള്ള കാമം കൊണ്ടാണ് ഇന്ദ്രനെ, അത് രാമായണത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, ആപത്ത് പറ്റി. നഹുഷൻ ഇന്ദ്രാണിയെ കാമിച്ചിട്ട് ശാപഗ്രസ്തനായി തീർന്നു. ഇങ്ങനെ ആ പഴയ പ്രസിദ്ധമായ പുരാണ കഥകളൊക്കെ ഉദ്ധരിക്കുന്നുണ്ട് മാരീചൻ. അതുകൊണ്ട്
ജാനകിയൊഴിഞ്ഞത്രേ സുന്ദരാങ്കിമാർ പാരിൽ വാണിയിടുന്നവരെ നീ വരിക്കാഹിതം പോലെ. ഈ സുന്ദരിയായിട്ട് സീത മാത്രമല്ലല്ലോ ഉള്ളത് ലോകത്തിൽ, എത്ര സുന്ദരിമാരുള്ളൂ. നീ ഈ വേണ്ടാത്ത പോവാതിരിക്കുകയാണ്. നീ ജാനകി അവളെ നീ ഹരിക്കുന്ന അകിൽ വരും ഹാനിനിൻ കുലത്തിനും നിനക്കോ സംശയം. പക്ഷെ അതൊന്നും സ്വാഭാവികമായിട്ട് രാവണൻ അനുസരിച്ചില്ല. ഭീഷണിക്ക് വഴങ്ങിയിട്ട് ആള് ചെല്ലുകയും ചെയ്തു. ആ കഥകളിലൊന്നും വ്യത്യാസമില്ല എന്നർത്ഥം. ആ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെ കമ്പരാമായണത്തിൽ ലക്ഷണം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ വന്നിരിക്കുന്ന മാരീചൻ തന്നെയാന്ന് പറയുന്നുണ്ട്. രൂപം കൊണ്ട് വ്യാൻ ഇപ്പോൾ മൃഗമെന്നിരിക്കലും കാപട്യാതിഥിയായ മാരീചൻ എന്ന് തോന്നി. രാമനോട് ലക്ഷണോട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെ ഭ്രമിച്ച് പോകണ്ടെന്ന് പറഞ്ഞു. പക്ഷെ രാമൻ അതിനെപ്പറ്റി പരിഭവമില്ല. കാരണം നമുക്കതിന് ഭയപ്പെടാനില്ല. ഇനി അഥവാ രാക്ഷസനാണെങ്കിൽ കൊല്ലുകയും ചെയ്യാലോ എന്ന് പറഞ്ഞിട്ടാണ് പോയത്. ബാക്കി കഥകളൊക്കെ അതേപോലെ തന്നെ. മാരീചൻ വധിക്കപ്പെടാൻ സമയത്ത് കരഞ്ഞതും സീത അത്യധികം ക്രൂരമായ വാക്ക് പറഞ്ഞിട്ട് ലക്ഷ്മണൻ അയക്കുന്നതും ഒക്കെ അതേപോലെ തന്നെ. അതേസമയത്ത് ഈ ലക്ഷ്മണൻ സീതയെ വിട്ടുപോയ സമയത്ത് രാവണൻ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ അവിടെ രസകരമായ കാര്യമുള്ള രാവണനോട് അങ്ങനെ ആരാണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ രാവണൻ സന്യാസിമാരുടെ വകഭേദങ്ങളെ പറ്റിയൊക്കെ വിസ്തരിച്ച് പ്രസംഗിക്കുന്നുണ്ട്. സാധാരണ സന്യാസിമാർ പല മാതിരിയുണ്ടോ എന്നവൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, മാതിരി അവരുടെ നാമങ്ങൾ ചൊല്ലിയിടുവൻ മുമ്പിനാൽ കുടീരകൻ, പിന്നീട് ബഹൂതകൻ, കുംഭീന്ദ്രയാനെ ഹംസൻ മൂന്നാമതറിഞ്ഞാലും പരമഹംസൻ കേൾക്കാ നാലാമത്, അഞ്ചാമതും ധരിക്കാ ജിജ്ഞാസുവാം, ആറാമൻ ജ്ഞാനവാനും. പക്ഷെ സാധാരണ പ്രസിദ്ധമായിട്ട് സന്യാസിമാരെ കുടീരകൻ, ബഹൂതകൻ എന്നൊക്കെയാണ് തിരിക്കാറുള്ളത്. ഹംസൻ, പരമഹംസൻ എന്നൊക്കെയാണ്. അതിൻ്റെ ലക്ഷണങ്ങളൊന്നും ഇപ്പോൾ നമ്മൾ ദൈർഘ്യം വിചാരിച്ചിട്ട് പറയുന്നില്ല. ഇങ്ങനെ സന്യാസിമാർക്ക് പല തരത്തിലുണ്ട്. ഞാൻ ഗൃഹസ്ഥനായിട്ടിരിക്കുന്ന കുടീരകനായവൻ ചിരകാലം ഭവനെ ഗൃഹസ്ഥനായി കഴിഞ്ഞ് ആളാണെന്നാണ് രാവണൻ പറഞ്ഞത്. അതിൽ മന്ദവൈരാഗ്യവാനാണ്. അതേസമയം ചിലർ ബഹൂതകനാണ്, അനവധി ആൾക്കാർക്ക് പ്രയോജനം ചെയ്യുന്ന ആളാണ് എന്നൊക്കെ കേമായിട്ട്. ഇതൊന്നും ഒരു രാമായണകാരനെ സ്വീകരിച്ചില്ലാത്ത. രാവണൻ ഈ സന്യാസാശ്രമത്തിൻ്റെ 4 ഭാഗങ്ങളെ പറ്റിയൊക്കെ പറയാൻ അതിൽ പരമഹംസൻ എന്ന് പറയുന്ന ആൾ തീവ്ര വൈരാഗ്യമുള്ള ശോഭനൻ, പരമഹംസാഖ്യൻ എന്നറിഞ്ഞാലും അതൊക്കെ പറഞ്ഞു. അതിൽ ഞാനാകട്ടെ പരമഹംസനാണെന്നാണ് രാവണൻ സീതയോട് പറഞ്ഞത്. ഞാൻ പരമഹംസനാണ്, എനിക്ക് ആഹാരാദിയിൽ ശ്രദ്ധയൊന്നുമില്ല. പക്ഷേ എനിക്ക് ഇപ്പം ചെയ്തിരിക്കുന്നു, ഈഹയുണ്ടായത് ഇപ്പോൾ പ്രാരബ്ധകർമാവശാലൻ. പക്ഷെ നിന്നെ കണ്ടപ്പോൾ എനിക്ക് ആപ്പാടെ ഒരു ഈഹ തോന്നുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സീത പറഞ്ഞു, ഞാൻ മിഥില രാജാവായ ജനകൻ്റെ മകളാണ്, സാക്ഷാൽ ദശരഥൻ്റെ പുത്രഭാര്യയാണ്, നീ എന്നെ കേൾക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞു. അയാളതൊന്നും കൂട്ടാക്കിയില്ല. പോവതീനായിട്ടൊരു മന്നൻ തൻ്റെ ചരിതമുര ചെയ്യാൻ ഞാനത് കേട്ടുകൊള്ളുക എന്ന് പറഞ്ഞിട്ട് രാവണനാകട്ടെ എന്ത് ചെയ്തു, തൻ്റെ ചരിത്രം അങ്ങോട്ട് കേൾപ്പിച്ചു. രാവണൻ എന്ന് പറയുന്ന കേമനായിരിക്കുന്ന ആളാണ്. അത് ഞാൻ തന്നെ അത് പിന്നീട് പറയാൻ. അവിടെ ലങ്ക എന്ന് പറയുന്ന ഗംഭീരമായ സ്വന്തമുണ്ട്. ഋഷികൾക്ക് പോലും സമ്മതനായിരിക്കുന്ന ഞാനാണ്. 10 തല ആയിട്ടല്ല ആൾ പ്രത്യക്ഷപ്പെട്ടത്. അതുകൊണ്ട് രാവണനെപ്പറ്റി തന്നെ സീതയോട് പറയാണ്, 10 തല 20 കൈകളുള്ളവനാണ്. അതുകൊണ്ട് നിന്നെപ്പോലെയുള്ള ഒരു സുന്ദരി അയാൾക്ക് കിട്ടിയിട്ടില്ല. നിന്നെ കണ്ടുകൊണ്ട് ഞാൻ വലിയ സന്തോഷിക്കുന്നു. ബാക്കി എല്ലാ ഗുണമുണ്ട്, പക്ഷെ അയാൾക്ക് നിന്നെപ്പോലെ ഒരു സുന്ദരിയെ കിട്ടിയില്ല. നിന്നെ കിട്ടിക്കഴിഞ്ഞാൽ മറ്റു ഭാര്യമാരൊക്കെ അയാൾ ഉപേക്ഷിക്കും. അതുകൊണ്ട് നല്ല ദൂതങ്ങൾക്ക് അനുരൂപനായ അവരനെ തൂതല് നേരമെന്നാലും വഴുതൂർഗീദശാം രാവണനോട് ചേർന്ന് ആൽഭാവിയിൽ ഭവതിക്കുക ഇവരും ഭാഗധേയം ചൊല്ലുവാനാണ് തന്നെ. എനിക്ക് രാവണൻ്റെ ഭാര്യയായിരുന്നാലുള്ള ഗുണഗണങ്ങൾ പറഞ്ഞു തീർക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞു. സീത പറഞ്ഞു, നീ യഥാർത്ഥത്തിൽ മുയൽ എന്നിട്ട് സിംഹത്തെ കാമിക്കുന്ന പോലെയാണ്. മുയലിന് സിംഹത്തെ ഭാര്യയാക്കാനുള്ള അർഹതയില്ല എന്നർത്ഥം. ഇതൊക്കെ പറഞ്ഞെങ്കിലും അയാൾ അന്ന് കൂട്ടാക്കാതെ സീതയെ വിമാനത്തിൽ വെച്ച് ഈ രഥത്തിൽ വെച്ച് കൊണ്ടുപോകാൻ. അതേസമയത്തിന് ഈ ജടായി വരുന്നതും ഒക്കെ ധാരാളമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സീത പറയുന്ന വാക്കൊക്കെ കുറച്ച് വിസ്തരിച്ചാണ് കമ്പരാമായണത്തിലുള്ളത്. രാമൻ്റെ സ്ഥിതിയും അതേപോലെ രാവണൻ്റെ സ്ഥിതിയും തമ്മിൽ വളരെയധികം താരതമ്യം ചെയ്ത് പറയുക. നീ നീചനാണ്, രാമൻ വളരെ യോഗ്യനാണെന്ന് പറയാൻ വേണ്ടിയിട്ട് കുറേ
ഉപമകൾ പ്രയോഗിക്കുന്നുണ്ട് ഇവിടെ. വീരനാം പഞ്ചാസിനും ഭീരുവാങ്ക്രോഷ്ടാവിനും, ഒരാൾ സിംഹമാണ്, ഒരാൾ ഭീരുവായ കുറുക്കനാണ്. പിന്നെയോ മൽപ്രിയൻ മഹോദധി, എൻ്റെ ഭർത്താവ് രാമൻ വലിയ കടലാണ്, നീ ആകട്ടെ വലിയ ഒരു കുണ്ടുകുഴി മാത്രമാണ്. ശുഭ്രപീയൂഷൻ രാമൻ കാഞ്ചികന്ധശേഖണ്ഡൻ കാഞ്ചനൻ രാമാചന്ദ്രൻ ശ്രീസകന്ധശഗ്രീവൻ. ഒക്കെ 10-16 വരികളിൽ വർണ്ണിക്കുന്നുണ്ട്. രാമൻ എന്ന് പറയുന്ന സാക്ഷാത് സ്വർണ്ണമാണ്, കാഞ്ചനമാണ്, നീയാകട്ടെ വെറും ചെമ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതുകൊണ്ട് ഞാൻ നിനക്ക് യോജിച്ചോളൂ, നീ എനിക്ക് അർഹനോല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇതൊന്നും കൂട്ടാക്കാണ് കൊണ്ടുവന്നത്. രാവണൻ വീണ്ടും പറഞ്ഞു, നീ രാവണൻ്റെ ഭാര്യയായിരിക്കും. രാവൺ ഞാനാണെന്നുള്ളത് ഒടുവിലേ പറയുന്നുള്ളൂ. നീ ദശാസിനോടൊന്നിച്ച് രമിക്കിലോ മർത്യകാമിനിമാരെ വിസ്മരിച്ചിടും പിന്നെ എന്നാൽ. അങ്ങനെ രാമപത്നിയെ തൊടാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും അവളെന്ത് ചെയ്തു, ദേവിയെ പിടിക്കാനായിട്ട് പോയപ്പോൾ എത്രയും വേഗത്തോടെ മുമ്പോട്ട് കുതിച്ചപ്പോൾ ചാരിത്രദഹനാൽ അടുത്തുകൂടായികയാൽ. ഇത് കമ്പരാമായണകാരൻ സ്വീകരിച്ചുള്ളൊരു സംഗതിയാണ്. സീതയുടെ ചാരിത്രശക്തി കൊണ്ട്, അതിൻ്റെ അഗ്നിജ്വാല കൊണ്ട് ഈ രാവണൻ അവളെ തൊടാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അയാൾ എന്താ ചെയ്തത്, ഭൂരികോപേന പർണശാലയാതൽ പ്രദേശം യോജനായതം കുത്തി പുഴക്കി തേരിൽ വെച്ചു എന്നാണ്. അതായത് ആശ്രമത്തോട് കൂടിയിട്ട് ആ ഭൂമി മുഴുവൻ പറിച്ചെടുത്തിട്ട് തേരിൽ വെക്കുക. സീതയെ നേരിട്ട് സ്പർശിച്ചില്ല എന്ന് വരുത്തുകയാണ്. ആത്മീയ അങ്ങനെയല്ല പറഞ്ഞ് ആരംഭിക്കുക. ഈ സമയത്ത് പോകുന്നതും പിന്നെ ജടായുവായിട്ടുള്ള പടവെട്ടലും ജടായുയെ വീഴ്ത്തുന്നതും ഒക്കെ സാധാരണ പോലെ കുറച്ച് അധികം വാക്കുകൾ പറഞ്ഞിട്ടുള്ളത് മാത്രമാകുന്നുള്ളൂ. വേറെ ഒരു രസകരമായ കാര്യമെന്ന് വെച്ചാൽ, എൻ്റെ മർമ്മം കാലിൻ്റെ അടിയിലാണെന്ന് രാവണൻ പക്ഷിയോട് പറയുന്നു, പക്ഷി എനിക്ക് ചിറകാണ് മർമ്മം അങ്ങോട്ട് പറയുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അന്ന് വേറൊരു രാമായണത്തിൽ കാണാത്ത. രാവണൻ കളവായിട്ട് പറഞ്ഞതാണ്, സത്യസന്ധമായിട്ടാണ് ജടായു എൻ്റെ മർമ്മം ചിറകിലാന്ന് പറഞ്ഞത്. അതുകൊണ്ട് അയാൾ ചിറക് വിട്ട് വീഴ്ത്തി നടത്തും. ഇങ്ങനെയാണ് അവർ തമ്മിലുള്ള യുദ്ധം, ജടായുവിൻ്റെ മോക്ഷം. യഥാർത്ഥത്തിൽ ആ സ്തുതിയൊക്കെ സാമാന്യമായിട്ട് പറയുന്നുണ്ട്. ആ സ്തുതിയെല്ലാം കഴിഞ്ഞു. ഞാൻ ബ്രഹ്മലോകത്തെ പ്രാപിക്കുമെന്ന് ഭഗവാൻ അനുഗ്രഹിച്ചു. പിന്നീട് വരുന്ന രാമലക്ഷ്മണന്മാർ ഈ ജടായുവെ കാണുകയും അവർ അനുഗ്രഹിക്കുകയും ചെയ്തു എന്നർത്ഥം. പിന്നെ കബന്ധൻ്റെ ഗതി വർണ്ണിച്ചു. അതിലൊന്നും കാര്യമായ വ്യത്യാസമൊന്നുമില്ല. ഈ ശബരിയുടെ മോക്ഷം വർണ്ണിക്കുമ്പോഴും വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഒരു ചെറിയ വ്യത്യാസം ഇവിടെ വരുത്തിയിട്ടുള്ളത്, ശബരി തൻ്റെ പൂർവ്വകഥ പറയുന്നുണ്ട്. താൻ പണ്ട് ഒരു ഗന്ധർവ സ്ത്രീയായിരുന്നു, ചിത്രകവചൻ എന്ന് പറയുന്ന ആളുടെ ഭാര്യയായിരുന്നു. പക്ഷെ ഞാനെന്ത് ചെയ്തു വെച്ചാൽ, മന്മഥ വ്യവസായി കിഞ്ചന കിരാതനെ പുണർന്നാൻ. ഞാൻ ഒരിക്കലും കാമാർത്ഥി കൊണ്ട് ഒരു കിരാതനായിരിക്കുന്ന ഒരു പുരുഷനെ സ്വീകരിച്ചു. അയാളോട് രതിലീലകൾ ചെയ്തു. അതുകൊണ്ട് ഭർത്താവ് അറിഞ്ഞപ്പോൾ എന്നെ ശപിച്ചിട്ട് ഒരു ശബരിവരണിയായി പോട്ടെ, കട്ടാളസ്ത്രീയാട്ടെ ശപിക്കുകയാണ് ചെയ്തത്. ഇത് മറ്റു രാമായണകാരന്മാരൊന്നും ചൂണ്ടിക്കാണിക്കാത്ത ഒരു കാര്യമാണ്. ഇത് കമ്പരുടെ ഒരു കൽപ്പനയാണ്. അതുകൊണ്ടാണ് ഇത്ര ഭക്തതൊക്കെ ആണെങ്കിലും ഈ ശബരി ഇവിടെ കാട്ടാളസ്ത്രീയായി കഴിയേണ്ടി വന്നത്. അപ്പോൾ ഞാൻ ഭർത്താവിനോട് വീതിഹോത്രം എന്ന് പറയുന്ന ഗന്ധർവനോട് ശാപമോക്ഷത്തിന് വേണ്ടി യാചിച്ചു. ആൾ പറഞ്ഞു, ത്രേതായുഗത്തിൽ സാക്ഷാൽ ഭഗവാൻ ശ്രീരാമചന്ദ്രനായിട്ട് അവതരിക്കും, ഇന്ന് രാമനെ കാണുന്ന അവസരത്തിൽ നിനക്ക് ഗതി ഉണ്ടാവുമെന്ന് അനുഗ്രഹിച്ചു. ഈ കഥയൊക്കെ രാമനോട് പറഞ്ഞു. അതിനുശേഷം ശബരി സ്വന്തം ശരീരം ഉപേക്ഷിക്കുകയും ചെയ്തു. ശബരി ശരീരം ഉപേക്ഷിക്കുന്നതിന് മുമ്പായിട്ട് പമ്പാ നദീതടത്തിലേക്ക് ചെല്ലാൻ രാമലക്ഷ്മണന്മാരോട് നിർദ്ദേശിച്ചു. ഇത്രയാണ് കമ്പരാമായണത്തിൽ. കുറച്ച് ദീർഘമായി പോയി. അതോടുകൂടി നമ്മളുടെ ആരണ്യകാണ്ഡത്തെക്കുറിച്ചുള്ള ഭാഗങ്ങളൊക്കെ കഴിഞ്ഞു. ഈ അടുത്ത പ്രഭാഷണം നമുക്ക് കിഷ്കിന്ധാകാണ്ഡത്തിൽ ഈ ഓരോരോ ഭാഗങ്ങളും നമുക്ക് സമയം പോലെ നോക്കാം. എല്ലാവർക്കും നമസ്കാരം.